നല്ല മാങ്ങയുടെ സീസണുണ്ട്. പഴുത്ത മാങ്ങ ധാരാളം കിട്ടുന്നുണ്ട്. അപ്പം ഞാനൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. സത്യം പറഞ്ഞാൽ ഇതിലൊരു അബദ്ധം ഞാൻ കാണിച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്താണ് അബദ്ധം എന്ന്. അങ്ങനെ പഴുത്ത മാങ്ങ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ശർക്കരയൊക്കെ ചേർത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കുകയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കാര്യമാണ്. അത് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ നാളികേരവും ചെറിയ ജീരകവും പച്ചമുളകും കൂടി അരച്ച് അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. മാങ്ങ നന്നായി വെന്തതിന് ശേഷം നമ്മൾ ഈ അരപ്പ് അതിൻ്റെ അകത്തേക്ക് ചേർക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാനിവിടെ തൈരാണ് ചേർക്കുന്നത്. തൈര് നല്ല പുളിയുള്ള തൈരായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. മധുരവും പുളിയും എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് ഈ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ ഇത് വെന്തതിന് സമയത്ത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് തൈര് ചേർക്കുന്നു. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തിള വരുന്നത് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്യുക, വറവിടുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം.